ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരം ചായക്കൊപ്പവും അതുപോലെ നോമ്പ് തുറ സമയത്തും നമുക്കിത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ പൂവൊക്കെ അടർത്തി എടുത്തിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്കൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നല്ല ക്രഞ്ചി ആയിട്ടിരിക്കണമെങ്കിൽ നമ്മളൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ കോളിഫ്ലവർ ബ്ലാൻഡ് ചെയ്തെടുക്കാനുള്ള വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ തിളയൊന്ന് ആറിപ്പോവും. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഈ വെള്ളം നല്ലതുപോലെ തിളക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ കോളിഫ്ലവർ ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് തിളക്കണം. ഒരു 3 മിനിറ്റൊക്കെ തിളച്ച് കഴിയുമ്പോൾ ഇത് ഏകദേശം ഒന്ന് കുക്കായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലാകും. ആ സമയത്ത് നമുക്ക് കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഡിപ്പ് ചെയ്ത് ഇട്ടതിന് ശേഷം എടുത്താലും കുഴപ്പമില്ല. ഞാനിതിപ്പോൾ പാത്രത്തിലേക്ക് മാറ്റുക മാത്രമാണ് ചെയ്യണത്. തണുത്ത വെള്ളത്തിലൊന്നും ഇടുന്നില്ല. ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള കോളിഫ്ലവർ ബ്ലാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇത് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. മുക്കി പൊരിക്കാനുള്ള മാവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മില്ലറ്റ് കുതിർത്തിയിരിക്കുകയാണ്. ഞാൻ കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ കുവരക് എന്നൊക്കെ അറിയപ്പെടുന്ന മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. അരിപ്പൊടിയിലും ഗോതമ്പൊടിയിലും ഉള്ളതിനേക്കാൾ വളരെ കുറവ് ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് മില്ലറ്റിലുള്ളത്. പിന്നെ ഇതിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. അരിയിലും ഗോതമ്പിലും അതാണ് വളരെ കുറവുള്ളത്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമ്മൾ മില്ലറ്റ് കൊണ്ടുള്ള ബാറ്റർ ഉണ്ടാക്കി ഫ്രൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ 1 കപ്പ് മില്ലറ്റ് ഞാൻ രാവിലെ വെള്ളത്തിട്ടിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ് എടുക്കുന്നത്. ഒരു 6-7 മണിക്കൂർ ഇത് കുതിർന്നിട്ടുണ്ട്. ഇത് വെള്ളം കളഞ്ഞ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. മില്ലറ്റിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നല്ല കുറുകിയ പാകത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി എടുത്തത് കേട്ടോ. ഇപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അരച്ചെടുത്ത ഈ മില്ലറ്റ് കുഴിവെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ജാറിൽ പറ്റിയിരിക്കുന്ന അരപ്പ് അല്പം വെള്ളത്തിൽ ചുറ്റിച്ചതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചതിലേക്ക് ചേർക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലൂസാക്കി എടുത്തത് കേട്ടോ. 2 ടീസ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ടീസ്പൂണിൽ നല്ല കൂമ്പനെ അളന്നെടുക്കണം. അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാകും. നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയെല്ലാം ഇല്ലാത്ത രീതിയിൽ കലക്കിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെയാണ് കലക്കിയെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി സോസ് ചേർക്കാം. സോസിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ സോസ് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഈ ബാറ്റർ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൂസ് ഈ കണക്കിനാണ് എടുക്കേണ്ടത്. ദോശമാവിൻ്റെ അയവിൽ കലക്കിയെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ലതുപോലെ ചൂടാക്കുക. സ്റ്റൗ മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനിടാം. ഓരോ പൂവും എടുത്ത് നമുക്ക് ഈ ബാറ്ററിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഹീറ്റിലാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. ഓരോ പ്രാവശ്യം ഇടുമ്പോഴും ഇത് തമ്മിൽ മുട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മുട്ടിക്കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിത് അടർത്തി എടുക്കുമ്പോഴേക്കും അതിൻ്റെ കോട്ടിങ് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഒത്തിരി കൂടുതൽ ഇട്ട് ഫ്രൈ ചെയ്യരുത്. നമ്മൾ കുറച്ച് മാത്രം ആദ്യം ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ആദ്യം കുറച്ച് ഇട്ടാണ് ഫ്രൈ ചെയ്യണത്. ബാക്കി ഇത് 2 പ്രാവശ്യം കൂടി ഫ്രൈ ചെയ്യാനുണ്ട്. ഫ്രൈ ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പതിയെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പോൾ മുട്ടിയിരിക്കണതൊക്കെ അടർന്ന് മാറിക്കൊള്ളും. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഫ്രൈ ചെയ്യാൻ ഇട്ടതെല്ലാം എണ്ണയ്ക്ക് മീതെ പൊങ്ങി വരും. ഈ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ഇത് ക്രിസ്പി ആകാതിരിക്കുകയും ചെയ്യും. ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് ക്രിസ്പി ആവും. നമുക്കിത് ഇതുപോലെ മറിച്ചിടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്വരം കേൾക്കാൻ പറ്റും. ആ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ രീതിയിൽ ഡിപ്പിംഗ് ബാറ്റർ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തണുത്തു പോകില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കുറേ നേരം ഇരിക്കും. കണ്ടില്ലേ, പാത്രത്തിലേക്ക് ഇടുമ്പോൾ നല്ല ഒച്ചയാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ലതാണ്. വൈകുന്നേരം ചായക്കൊപ്പവും അതുപോലെ നോമ്പ് തുറ സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാം. വളരെ ഹെൽത്തിയുമാണ് ഇങ്ങനെ കഴിച്ചാൽ. ഇതുപോലെ നമുക്ക് അടുത്തതും കൂടി റെഡിയാക്കി എടുക്കാം. ഞാനിതിപ്പോൾ 3 സെറ്റായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. ഒന്നിച്ചിടുകയാണെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് എല്ലാം വിട്ടുപോകും. അതുകൊണ്ടാണ് കുറേശ്ശെ ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ 2ാമത്തെ സെറ്റാണ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് കണ്ടാൽ ഈ പാത്രത്തിലുള്ളത് മുഴുവനായും കഴിക്കാൻ തോന്നും. ഇതിപ്പോൾ ഞാൻ 3ാമത്തെ സെറ്റാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും പാത്രത്തിൽ നിന്ന് മാറ്റാം. അവസാനത്തെ സെറ്റായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വൈഡായിട്ടുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്കൊപ്പവും അതുപോലെ നോമ്പ് തുറ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാം. പൊടി കുഴക്കാതെ പരത്താതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.